തേനീച്ചകളെ വളർത്തണവർ ഏറ്റവും അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒരു ചെടിയാണ് ഈ ചെടി. ഇത് ചെറിയ ചെടിയാണ്, കാരണം ഏറ്റവും കൂടി ഒരു 2 അടി 3 അടിയൊക്കെ പൊക്കം ഉണ്ടാവും, അത്രേ ഉള്ളൂ. രാജമല്ലിയുടെ ക്രീം കളർ ചെടിയാണിത്. ക്രീം കളർ ഏറ്റവും ഫസ്റ്റ് തേനീച്ചകൾ വന്നത് ഇതുമേരിക്കും. കാരണം ഒരു 100 കണക്കിന് തേനീച്ചകൾ അതിൻ്റെ ചുറ്റിക്കടുത്ത് പറക്കാനിട്ട ക്യാമറയിൽ ക്ലിയറായിട്ട് കിട്ടണില്ല. ചെറിയ ചെടിയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും. ചെറുതേനീച്ചകൾക്ക് പൂമ്പൊടി ഇഷ്ടം പോലെ കിട്ടും. പൂമ്പൊടിയും തേനും ഇഷ്ടം പോലെ കിട്ടുന്ന ചെടിയാണിത്. പൂമ്പൊടിയാണ് ധാരാളം കിട്ടുന്നത്. ഇതിൻ്റെ പൂമ്പൊടി വളരെ ഇഷ്ടമാണ് കേട്ടോ അവർക്ക്, ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പൂമ്പൊടി. പൂമ്പൊടി ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളൊരു സെക്കൻഡ്, ഞാൻ അടുത്ത് പോട്ടെ. ഉണ്ട്, ഇതാണ് ഇതിൻ്റെ പൂമ്പൊടി. ഇതിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന ഒരു ഇതുണ്ട്, ആ മുട്ടില്ലേ, മുട്ടുമ്പോൾ ഉണ്ടായിക്കേണ്ട ഒരു മഞ്ഞ കളർ പൂമ്പൊടി, അതെടുക്കാൻ നീ വന്നെ രാവിലെ മുതൽ. ഇതാണ് വീട്ടിലെ മരമുല്ല. അധികം വലിപ്പമൊന്നുമില്ല, വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലമായി കാണും. ഒരു 4 അടി 5 അടിയൊക്കെ പൊക്കം ഉണ്ടാവുമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ പുള്ളി 3-ാം കൊല്ലം പോലെ ഇഷ്ടം പോലെ പൂവിട്ടു, നല്ല ഭംഗിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ചെറുതേനീച്ചകൾ കണ്ടില്ലേ, ചെറുതേനീച്ചകൾ അക്കത്തിൻ്റെ ഉള്ളിലുണ്ട്, കണ്ട. ചെറുതേനീച്ചകളും വൻതേനീച്ചകളും ധാരാളം വരും. എല്ലാവരും ഒരു 10 മണിച്ചെടി കുറച്ച് നട്ട് പിടിപ്പിക്കണം കേട്ടോ എല്ലാവരും. കാരണം തേനീച്ചകൾ മേത്ത് വന്നിരിക്കുകയാണ്. കാരണം തേനീച്ചകളുടെ ഒരു ഘോഷയാത്രയാണ് ഇവിടെ. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം ഇവർ തമ്മിൽ തല്ലു കൂടണതും വന്ന് തേനീച്ചകൾ പൂമ്പൊടി എടുക്കണതും എന്താ, അത് കണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ്, മാസ്റ്റർ പ്ലാനിങ് കണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.